നമസ്കാരം. എൻ്റെ പടച്ചവനെ, ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ സംഘികൾ അവരുടെ വീർ സവർക്കറിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി മാറ്റിയല്ലോ. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണം. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇനി അത് ലീഗിന്റെ ചോദ്യപ്രകാരം വീർ സവർക്കറാണത്രേ. സ്കൂൾ ക്വിസിൽ വി.ഡി. സവർക്കറെ പുകഴ്ത്തി ചോദ്യോത്തരം. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ചോദ്യാവലിയിലാണ് ഇപ്പോൾ വിവാദമുയർന്നിരിക്കുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി നൽകിയത് വി.ഡി. സവർക്കർ എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒന്നും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരും കേട്ടില്ല. പക്ഷെ പൊടുന്നനെ ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, PM ശ്രീയിൽ വെറുതെ നടന്നതാണോ? സംഘികൾ അങ്ങോട്ട് തുറിച്ചു നോക്കിയപ്പോ ഇന്നലകളിൽ അടച്ചു വെച്ച ഫയൽ പോയി പൊടി തട്ടി എടുത്ത് പൈസ എന്ന പേരിലാണ് സംഘപരിവാറിന്റെ ആ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് ഒപ്പിട്ടില്ലെങ്കിൽ എന്ത്? ഇപ്പൊ തന്നെ സംഘപരിവാറുകാർ പറഞ്ഞിട്ടുണ്ട് സവർക്കറെ പഠിപ്പിക്കണ എന്ന് പറഞ്ഞുടനെ അയ്യോ ഇപ്പൊ പഠിപ്പിച്ചേക്കാമേ എന്ന രീതിയിൽ സംഘപരിവാറുകാരുടെ ശാഖയിൽ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ വിളക്ക് തെളിയിച്ച് അവരുടെ ഭാരതാംബയും വണങ്ങിയ മേനോൻ മുഖ്യനിലൂടെ നിർദ്ദേശം കൊടുത്തു. ചോദ്യം, സവർക്കറിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി പിള്ളേർക്ക് ചോദ്യം കൊടുത്തു. അത് കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, പടച്ചോനെ, ലീഗുകാരെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിക്കാൻ കഴിയുന്നു എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമാണ്. അത് ഓർമ്മയില്ലേ? ഇത് കേട്ട മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക, ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അതാണ് അതിന്റെ കാര്യം. ഈ ശംസുദ്ദീനെ കൊണ്ട് തന്നെ, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കണ്ടല്ലോ, ഒറ്റപ്പെട്ട സംഭവം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ അടുത്ത ദിവസമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജി തലസ്ഥാന നഗരസഭയിലെ ഭരണം അനിശ്ചിതത്വത്തിലായപ്പോൾ സുഗതൻ എന്ന കാപ്പ കേസ് പ്രതിയായിട്ടുള്ള കൗൺസിലർക്ക് അവധി അനുവദിക്കാൻ തദ്ദേശ വകുപ്പിൽ നിന്ന് അണ്ടർ സെക്രട്ടറിയുടെ കത്ത് മന്ത്രി മുഖേന നേരെ ആഭ്യന്തര വകുപ്പിൽ പോകുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരെ അത് അനുവദിച്ചുകൊണ്ട് കൗൺസിലെത്തുന്നു. എന്തൊരു ത്വരിത വേഗമാണ്! കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ നടന്നിരുന്നു. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടും കേരളത്തിലെ സംഘപരിവാർ മാധ്യമങ്ങൾ ഇവരുടെ കൂട്ടുകച്ചവടം അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിന് പിറകിലെടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു സർവകലാശാലകളിൽ സംഘി വൈസ് ചാൻസലറെ ഇരുത്താൻ കഴിഞ്ഞോ? ഇരുത്തേണ്ടി വന്നു. എങ്ങനെ? കോൺഗ്രസിന്റെയും ലീഗിന്റെയും പിന്തുണയോടുകൂടി. ഒരിടത്തും പ്രതിഷേധിക്കാതെ ഗവർണറുടെ അധികാര പരിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇവർ പ്രതിഷേധം നടത്തിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടഞ്ഞത് നിങ്ങൾ കണ്ടിരുന്നോ? എവിടെയെങ്കിലും ഒരിടത്ത് MSF അതിന് സഹായിച്ചോ? KSU സഹായിച്ചോ? യൂത്തന്മാരോ അല്ലെങ്കിൽ യൂത്ത് ലീഗോ ഇറങ്ങിയോ? ആരും ഇറങ്ങിയില്ല, ഇന്നും ഇറങ്ങുന്നില്ല. അപ്പോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതൊന്നും ഒറ്റപ്പെട്ടതല്ല. ഒരാളുടെ ഉള്ളിലുള്ളത് താഴേക്കിടയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നടപ്പാക്കപ്പെടും. അത് നടപ്പാക്കിയാൽ എനിക്ക് പണി കിട്ടുമെന്ന് ചിന്തിക്കുന്നിടത്ത് ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല. പക്ഷെ എനിക്കിപ്പോ സ്വതന്ത്രമായി ഇതൊക്കെ നടത്താൻ പറ്റുന്ന സന്ദർഭമാണെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പൊടുന്നനെ അവർക്ക് ആ മാനസികാവസ്ഥ വന്നത്? ഇന്നലകളിൽ അത് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് അതിൽ പല ഉദ്യോഗസ്ഥരും ഇവരാണെങ്കിലും ഒരുത്തരും തലപൊക്കിയിരുന്നില്ല. അന്ന് പോലീസ് സേനയിൽ മാത്രമേ ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, സകല ഇടങ്ങളിലും സംഘപരിവാറുകാർ കയറി നിരങ്ങുകയാണ്. 3 MLA. പക്ഷെ ഭരിക്കുന്നത് ആരാണ്? സ്വന്തം ആത്മാവിനോട് തന്നെ ചോദിച്ചു നോക്കൂ. എന്തായാലും ഒരു കാര്യമുണ്ട്, കേരളത്തിൽ മതവികാരമായിരുന്നല്ലോ വലുത്. ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ സംഘപരിവാറുകാർ കഴിഞ്ഞ കുറെ കാലമായിട്ട് പടിക്ക് പുറത്ത് നിർത്തിയിരുന്നപ്പോൾ അവരെയും കൂടി ചേർത്ത് നിർത്തി ഇവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മതവികാരം ഉണർന്നു നിന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിം മതവിഭാഗക്കാരുണ്ടല്ലോ, ഈ ജീവിച്ചിരുന്ന് വോട്ട് ചെയ്ത് ഞങ്ങളുടെ ദീനിയുടെ ആൾക്കാർ ഭരിക്കാൻ വരട്ടെ എന്ന് വിചാരിച്ച ആ ദീനികളിലൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളിലേക്ക് സംഘപരിവാർ ആശയം പഠിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത നിങ്ങളും നാളുകളിൽ പടച്ചോന്റെ മുന്നിൽ ഒറ്റുകാരാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. നിങ്ങളെയൊക്കെ പടച്ചോൻ സംരക്ഷിക്കുമെങ്കിൽ പടച്ചോനെ നമ്മൾ അങ്ങ് തള്ളിക്കളയാണ്. കാര്യം ഈ രീതിയിൽ ഈ നാടിനെ സംഘപരിവാറിന് ഒറ്റുകൊടുത്തതിൽ കൂട്ടുനിന്ന ദീനികളെന്ന് വിശ്വസിക്കുന്ന ലീഗിന് പിറകെ പോയവർ നിങ്ങൾ കൂടി ചേർന്നാണ് ഈ ദ്രോഹം ഈ നാടിനോട് കാണിച്ചത്. അതുകൊണ്ട് ലീഗുകാരെ കൊണ്ട് തന്നെ ഇന്നലകളിൽ സംഘപരിവാർ ആഗ്രഹിച്ചത് അവർ ഭരണത്തിൽ ഇല്ലെങ്കിൽ പോലും അതെല്ലാം അവർ ആഗ്രഹിക്കുന്ന പോലെ നടപ്പാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഭരണത്തിന്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം.
ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ ഒരു മേനോനെ കാണുന്നുണ്ടെങ്കിലും മേനോന്റെ പിറകിലിരുന്ന് ശാഖക്കാർ ആ സ്റ്റിയറിംഗ് കൃത്യമായി ചലിപ്പിക്കുന്നുണ്ട്. മുഖം മാത്രമേ മേനോന്റേതുള്ളൂ എന്ന് ഈ സംഭവം കൂടി തെളിയിക്കുകയാണ്.